അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ആകാംക്ഷ നിറയുന്ന ലാൻഡിംഗ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ലോകം. നാസയുടെ സ്പേസ് എക്സിന്റെ ഫ്രീഡം ഡ്രാഗൺ പേടകം നാളെ പുലർച്ചെ കടലിൽ സുരക്ഷിതമായി ഇറങ്ങും. 9 മാസത്തെ ദൗത്യം പൂർത്തിയാക്കിയാണ് സുനിതയും ബുച്ചും ഭൂമിയിൽ തിരിച്ചെത്തുന്നത്. ഈ സന്തോഷ കാഴ്ച കാണാൻ അവസരമൊരുങ്ങുകയാണ്. നാളെ ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 നിലവിലെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഫ്രീഡം ഡ്രാഗൺ ക്യാപ്സ്യൂൾ സമുദ്രത്തിലിറങ്ങുക. അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ആയിരിക്കും സുരക്ഷിത ലാൻഡിംഗ്. ഇതിനുശേഷം സ്പേസ് എക്സുമായി ചേർന്ന് നാസ ഡ്രാഗൺ പേടകം വീണ്ടെടുത്ത് കരയിലെത്തിക്കും. കാലാവസ്ഥ അനുസരിച്ച് ലാൻഡിംഗ് സമയത്തിൽ മാറ്റം വന്നേക്കും. ക്രൂ 9 സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള ഫ്രീഡം ഡ്രാഗൺ പേടകം തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ നാസ തത്സമയം ലോകത്തെ കാണിക്കുന്നുണ്ട്. പുലർച്ചെ 2:15 മുതൽ നാസ യൂട്യൂബ് ചാനൽ, നാസയുടെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെയും എക്സ് അക്കൗണ്ട് എന്നിവ വഴി ക്രൂ 9 സംഘത്തിന്റെ ലാൻഡിംഗ് തത്സമയം കാണാം. പുലർച്ചെ 2:15 ഫ്രീഡം ഡ്രാഗൺ പേടകത്തിന്റെ ഡീഓർബിറ്റ് ബേൺ പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇതേസമയം തത്സമയ സ്ട്രീമിംഗ് നാസ വിവിധ പ്ലാറ്റ്ഫോമുകളിലും ആരംഭിക്കും. 4 യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ പേടകം 3:27 സമുദ്രത്തിൽ ലാൻഡ് ചെയ്യുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.